ആരംഭപ്പൂവായ മുത്ത് നബിയോട് ഹളറത്തിൽ വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖളറായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തൽ ഐനൈനി മൽജാവാ മൻജാവാ മുർതാഹൽ മുഷ്താഖി ഹിബ്ബസ്സഖലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി. ആരംഭപ്പൂവായ മുത്ത് നബിയോട് ഹളറത്തിൽ വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ത്വാഹ യാസീൻ വഹമീം നബിയൂന ഉൻസുൽ ഗരീബീന അബ്യള മൗല സ്വാലിഹീന സ്വല്ലി വസല്ലിം അലൈഹി യാ റബ്ബന അസ്ക സ്വലാത്തില്ലാ അദ്വമ നഹ്മദു യാ അല്ലാഹ്. ഇത് കുണ്ടൂർ ചരിത്രത്തിന്റെ ചാനലിൽ ധീരോദാത്തമായ സംഭാവനകൾ അർപ്പിച്ച പ്രശോഭിത മണ്ണ്, പച്ചപ്പരവതാനി വിരിച്ച പുൽമേടുകൾ, മന്ദമാരുതന്റെ തലോടലേറ്റ് ചാഞ്ചാടുന്ന തെങ്ങിൻ തോപ്പുകൾ, ഹരിതാഭമായ താഴ്വരകൾ, സസ്യലതാദികൾ കൊണ്ട് മനോഹരമായ കൃഷിയിടങ്ങൾ, പ്രവിശാലമായ നെൽപ്പാടങ്ങൾ, തലയെടുപ്പോടെ നിൽക്കുന്ന പള്ളിമിനാരങ്ങൾ എല്ലാം കുണ്ടൂരിന് ചാരുതയേകുന്നു. ഇവിടെയാണ് വിശ്വപ്രസിദ്ധിയാർജിച്ച ഷെയ്ഖ് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അൽ ഖാദിരി പിറന്നു വീഴുന്നത്. പുണ്യപുരുഷൻ ഉദയം ചെയ്തതോടെ കുണ്ടൂർ എന്ന പ്രദേശം ഇന്ത്യാ ഭൂപടത്തിലെ ആധ്യാത്മിക കേന്ദ്രങ്ങളിലൊന്നായി മാറുകയായിരുന്നു. കൽഭാഗം വിങ്ങുന്നു, കരളുകൾ വിറയുന്നു, കണ്ണീരിന്നാറുകൾ ഒഴുകുന്നു. കരീമായ ഇലാഹിൻ ഖദീമായ വീതിയിൽ കുണ്ടൂർ ഉസ്താദും സലാം ചൊല്ലുന്നു. കുണ്ടൂർ ഉസ്താദും സലാം ചൊല്ലുന്നു. കൽഭാഗം വിങ്ങുന്നു, കരളുകൾ വിറയുന്നു, കണ്ണീരിന്നാറുകൾ ഒഴുകുന്നു. കരീമായ ഇലാഹിൻ ഖദീമായ വീതിയിൽ കുണ്ടൂർ ഉസ്താദും ആത്മീയതയുടെ അനന്തവിഹായുസ്സിലൂടെ നടന്നു നീങ്ങും ഉന്നതിയുടെ ഉദാത്ത മണ്ഡലങ്ങൾ കീഴടക്കിയ ഷെയ്ഖുന കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പിറവിയെടുക്കുന്നത് തന്നെ ഉത്തമ സന്ദേശങ്ങളോടെയായിരുന്നു. മർഹൂം കരിങ്കപ്പാറ ഉസ്താദിന്റെ പ്രധാന ശിഷ്യനും പിതൃ സഹോദരനുമായ മുഹീദ്ദീൻ മുസ്ലിയാർ തന്റെ സഹോദരന് ജനിക്കാൻ പോകുന്ന കുട്ടിയെപ്പറ്റി ദീർഘവീക്ഷണം ചെയ്തുകൊണ്ട് താൻ പഠിച്ച ഫത്ഹുൽ മുഈൻ എന്ന വിശ്വവിഖ്യാത ഗ്രന്ഥം കുട്ടിക്ക് നൽകാനായി കൽപ്പിച്ചിരുന്നു. പിറന്നു വീഴുന്നതിന്റെ മുമ്പ് തന്നെ പിതാമഹനായ അഹ്മദ് മുല്ല കുട്ടിക്ക് അബ്ദുൽ ഖാദിർ എന്ന മഹിതനാമം ഇടണമെന്ന് നിർദ്ദേശിച്ചിരുന്നു.
അബ്ദുൽ ഖാദർ എന്ന കുട്ടിക്ക് 3 വയസ്സ് മാത്രം പ്രായമായപ്പോൾ പിതാവ് കുഞ്ഞഹമ്മദ് അവറുകൾ സൃഷ്ടാവിന്റെ സന്നിധിയിലേക്ക് നടന്നെടുത്തു. അനാഥകൾ മാർഗദർശികളാകുന്നത് മഹാത്ഭുതമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനാഥത്വം ഉയർച്ചകൾക്കുള്ള ഹേതുവായതുപോലെ അബ്ദുൽ ഖാദർ എന്ന കുട്ടി ഉന്നത സോപാനങ്ങളിൽ വിരാജിക്കാനുള്ള കാരണങ്ങളിലൊന്നായി അനാഥത്വം. صلي يا ربنا سلمنا على طه ياسين മുത്തുമാണിക്കമാണ് വഹമീം റബ്ബി. മതവിദ്യയുടെ വാതായനങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു പിന്നീട്. ദർസ് പഠനത്തിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള അനുസ്യൂത പ്രയാണം സ്വാത്വികരായ മർഹൂം കരിങ്കപ്പാറ ഉസ്താദും മർഹൂം ഇരിങ്ങല്ലൂർ അലവി മുസ്ലിയാരുമായിരുന്നു പ്രധാന ഗുരുവര്യർ. സദാസമയവും വിശുദ്ധ ജ്ഞാനവും പേറിയുള്ള ജീവിതം, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ സമ്പാദിക്കാനുള്ള അടങ്ങാത്ത ത്വര. അപ്പോഴാണ് നിരാശയുടെ കാർമേഘങ്ങളുമായി വസൂരി എന്ന മാറാരോഗം അബ്ദുൽ ഖാദർ മുസ്ലിയാരെ തേടിയെത്തുന്നത്. താനും കുടുംബവും നഖശികാന്തം വിഷമവൃത്തത്തിലായ സന്ദർഭം പിശഗ്വരന്മാർ ഒന്നൊന്നായി കൈയൊഴിയുകയാണ്. വലിയ അശുദ്ധിയെ നിർമ്മാർജ്ജനം ചെയ്യാനായി കുളിച്ചതുമൂലം രോഗം മൂർധന്യദശയിലെത്തി. ചില ഭിഷഗ്വരന്മാർ മരണം വിധിയെഴുതി. ചിലർ അധിക്ഷേപശരങ്ങൾ തൊടുത്തുവിട്ടപ്പോഴും അബ്ദുൽ ഖാദർ മുസ്ലിയാർ തകർന്നുപോയില്ല. കണ്ണിൽ വെള്ളം നനക്കരുതെന്ന ഡോക്ടറുടെ നിർദ്ദേശം വുളു എടുക്കുന്നതിലൂടെ ബഹിഷ്കരിച്ച ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് അഖിലാധിപനായ അല്ലാഹുവിൽ തവക്കുലാക്കി നീങ്ങുകയായിരുന്നു അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പിന്നീട് മഹാത്ഭുതമായിരുന്നു സംഭവിച്ചത്. ഗുരുവര്യരെയും സഹപാഠികളെയും അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൂർണ്ണാരോഗ്യത്തോടെ ദർസ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. നാഥന്റെ പ്രീതി കാംക്ഷിച്ചാൽ അവൻ നിരാശനാക്കുകയോ ഒരിക്കലുമില്ല. വിദ്യാർത്ഥി ജീവിതം മുതൽക്കേ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ കണിശത പാലിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ചെറുപ്പം മുതൽക്ക് സ്വന്തം കുടുംബത്തിലെ അന്യ സ്ത്രീകളോട് ദർശനത്തിൽ പോലും ബഹിഷ്കരണ ശൈലി തുടർന്നു പോന്നു. അന്യ സ്ത്രീകൾ തന്റെ ശരീരം കാണാതിരിക്കാനായി ശരീരം മുഴുവനും പുതച്ചാണ് പിന്നീട് നടന്നിരുന്നത്. ഇരിങ്ങല്ലൂർ അലവി മുസ്ലിയാരുടെ അടുക്കൽ പഠനം തുടരുന്നതിനിടെയാണ് കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ വിവാഹിതനാകുന്നത്. ശേഷം ക്ലാരി ചെനക്കൽ പള്ളിയിൽ 2 വർഷത്തോളം മുദരിസായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് ദക്ഷിണേന്ത്യയിലെ ഉന്നത കലാലയമായിരുന്ന വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലേക്ക് ഉപരിപഠനത്തിനായി യാത്ര തിരിക്കുന്നത്. വൈജ്ഞാനികതയുടെ അഗാധഗർത്തത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ബാഖിയാത്തിലെ പഠനത്തിന് ശേഷം ക്ലാരിയിൽ തന്നെ മഹാനവറുകൾ ദറസ് തുടർന്നു. നീണ്ട 27 വർഷക്കാലം അധ്യാപനത്തിലൂടെ അറിവിന്റെ മർമ്മരങ്ങൾ മുഴക്കിയ ഉസ്താദവറുകൾ വലിയൊരു ശിഷ്യസമ്പത്തിന്റെ ഉടമയാണ്. സേവന മേഖലയിൽ വൻ ജനമുന്നേറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും നേതൃത്വം വഹിക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചു. ദർസി രംഗത്ത് പ്രശോഭിച്ചുകൊണ്ടിരിക്കെയാണ് തന്റെ ആത്മമിത്രവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ അംഗവുമായ
വൈലത്തൂർ ബാവ മുസ്ലിയാരുടെ നിർദ്ദേശം കൊണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, നിങ്ങൾ എത്രയും വേഗം സൂഫിവര്യനായ വലിയുല്ലാഹി ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിനെ കാണണം. ഉടൻ വരുന്നു കൊണ്ടൂർ ഉസ്താദിന്റെ പതിവ് ശൈലിയിലുള്ള മറുപടി. ബാപ്പു മുസ്ലിയാർ മഹാനാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ കാണാനുള്ള തൗഫീഖ് എനിക്ക് നൽകട്ടെ. ഷെയ്ഖുന ബാപ്പു ഉസ്താദുമായുള്ള അഭേദ്യമായ ബന്ധമാണ് കൊണ്ടൂർ ഉസ്താദിന് ആത്മീയതയുടെ ഗിരിശൃംഗങ്ങളിലേക്കുള്ള പാത തുറന്നുകൊടുത്തത്. മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ സിയാറത്തിന് പോയിരുന്നു. ഇപ്പോൾ ഇവിടെ പരിമിതമായ സ്ഥലമേ ഉള്ളൂ, ആളുകൾ വന്നാൽ ബുദ്ധിമുട്ടാവുമെന്നുള്ള കേസ് പറഞ്ഞപ്പോൾ ബാവാജി പറഞ്ഞു ബാപ്പുലിയർപ്പാപ്പാടും വരാൻ പറയുന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബാപ്പുലിയർപ്പാപ്പ വരുമെന്നാണ് എന്നല്ലാതെ. അപ്പോൾ മഹാന്മാരുടെ ഒരു സാന്നിധ്യം, ഒരു ഹുദൂറ് അല്ലെങ്കിൽ അവരുടെ ഒരു മദത് നമ്മൾക്കുണ്ടാവും. പ്രഥമ കൂടിക്കാഴ്ചയിൽ തന്നെ 1,00,000 ദിക്റുകൾ ചൊല്ലാനാണ് ബാപ്പു ഉസ്താദ് ആജ്ഞാപിച്ചത്. തുടർന്നുള്ള ദർശനങ്ങളിലും ഇപ്രകാരമായിരുന്നു കൽപ്പന. 3,00,000 ദിക്റുകൾ പൂർത്തിയാക്കിയപ്പോൾ ഉസ്താദിന് ദേഹമാസകലം അസഹ്യമായ ചൂടനുഭവപ്പെട്ടു. പ്രസ്തുത ദിക്റുകളിലൂടെ ത്വരീഖത്തിന്റെ അതിനിഗൂഢ പാതയിലേക്ക് ഉസ്താദ് പ്രയാണം ആരംഭിക്കുകയായിരുന്നു. ദൈവസാമീപ്യത്തിന്റെ സാക്ഷാത്കാരത്തിനായുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു ശിഷ്ടജീവിതം. കേവലം ദിക്റുകൾ പറഞ്ഞുകൊടുത്തു രാജകീയ ജീവിതം നയിച്ചിരുന്ന വ്യാജസിദ്ധനായിരുന്നില്ല ശൈഖുന കൊണ്ടൂർ. പ്രത്യുത ആത്മീയ ശിക്ഷണം നുകരാനെത്തിയവരെ സ്വന്തം ജീവിതത്തിലൂടെ മാർഗദർശനം നൽകി പാകപ്പെടുത്തിയെടുക്കുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്നു. ത്വരീഖത്തിൽ കടന്നാൽ ശരിയാറ്റ് വലിച്ചെറിയുന്ന അഭിനവ വ്യാജ ത്വരീഖത്തുകാർക്കും ത്വരീഖത്തിനോട് വൈമനസ്യം കാണിക്കുന്നവർക്കും കനത്ത താക്കീതായിരുന്നു കൊണ്ടൂർ ഉസ്താദിന്റെ ജീവിതം. കുണ്ടൂരിലെ ചെളിക്കുണ്ടുകളും ചതുപ്പുനിലങ്ങളും മണ്ണിട്ടു മൂടി പള്ളികളും ദീനീ സ്ഥാപനങ്ങളും പകരം നൽകിയ കഥകളാണ് കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന സാമൂഹ്യ പരിഷ്കർത്താവിലൂടെ നാം കേൾക്കുന്നത്. അനാഥ മക്കളുടെ ദീനരോധനം കേൾക്കാൻ വിമുഖത കാണിക്കുന്ന സമകാലികർക്കിടയിൽ അനാഥകളുടെ കണ്ണീരൊപ്പുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു കുണ്ടൂർ ഉസ്താദ്. താൻ സ്ഥാപിച്ച ഗൗസിയ ഓർഫനേജിലെ യതീമുകൾക്ക് പിതാവും മാതാവും എല്ലാമായിരുന്നു ഷെയ്ഖുന. അഹ്ലുബൈത്തിനെ ആദരിക്കുന്നതിൽ ഉന്നത സ്ഥാനത്തായിരുന്ന ഷെയ്ഖുന കുണ്ടൂർ വിനയവും താഴ്മയും മുഖമുദ്രയാക്കിയ മഹാപുരുഷനായിരുന്നു. സുന്നി ജനലക്ഷങ്ങളുടെ സംഗമങ്ങളിൽ പ്രാർത്ഥന നിർവഹിക്കാനുള്ള നിയോഗവും കുണ്ടൂർ ഉസ്താദിനായിരുന്നു. നീറുന്ന 100 കൂട്ടം പ്രശ്നങ്ങളുമായി നട്ടം തിരിയുന്ന സമുദായത്തിന് ഉസ്താദിന്റെ പ്രാർത്ഥന അളവറ്റ ആശ്വാസം ഉണ്ടാക്കിയിരുന്നു. പ്രവർത്തനങ്ങളും മുഴുവനും ഈ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ ബേജാറിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും കുറച്ചതിനെ എൻ്റെ മരുന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വീകരിക്കണേ. ഞങ്ങൾക്ക് വർദ്ധനവിനെ തരണേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് സന്തോഷിക്കുന്ന വർദ്ധനവിനെ തരണേ. ഞങ്ങളുടെ സമ്മതികൾക്ക് ഉപകാരം ഉള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനും അവർക്ക് വിവാഹമുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിലും ഞങ്ങളെ ബന്ധിപ്പിക്കുന്നതിനെ എന്ന് പറയാനും
ആദരവായ റസൂലുള്ള നമ്മൾക്ക് വരാനും പഠിച്ചതിന് നമ്മളെ പറ്റി കൃപയും പറ്റിയിലേക്ക് പിന്നെ ആരാണ് നമ്മളെ പറ്റി കേൾക്കുന്നത്? അതുകൊണ്ട് മുസ്ലിം ഹബീബായ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بارك لنا فيما أردناه اللهم بارك لنا فيما أردناه واجعل عاقبته خيرا ورشدا وأصلح شؤوننا وأصلحنا بما أصلحت به عبادك الصالحين. اللهم جملنا بالعافية والسلامة وحققنا بالتقوى والاستقامة وأعيذنا من موجبات الندامة يوم القيامة. സമ്മേളന വേദികളിൽ പതിനായിരങ്ങൾക്ക് ആത്മീയ ഉപദേശം നൽകാനായി എത്തിച്ചേരുന്ന ഷേഖുനായുടെ വാക്കുകൾ തികഞ്ഞ ബഹുമതിയോടെയായിരുന്നു സദസ്യർ ശ്രവിച്ചിരുന്നത്. വമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. മഹാനായ ബുസൂരി ഇമാം റസൂലുള്ളാഹിനെ പറ്റി കീർത്തിച്ചു. കീർത്തന നടത്തിക്കൊണ്ട് പറഞ്ഞു, വമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. റസൂലുള്ളാഹിനെ പറ്റി പറയാൻ തങ്ങളൊരു നല്ല മനുഷ്യനാണ്, സാധാരണ മനുഷ്യനല്ല എന്നിങ്ങനെ പറഞ്ഞു വെച്ചു. അപ്പൊ റസൂൽ തന്നെ പറഞ്ഞു കൊടുത്തു എന്നാ പറയണത്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. തങ്ങൾ ആരാണ്? എല്ലാ പടപ്പുകൾ വെച്ചും ഖൈറായവരാണ് എന്നാണ് എന്ന് റസൂൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹിക്ക് വലിയ തൃപ്തിപ്പെട്ടിരിക്കണം എന്നാണ് നമുക്കതുകൊണ്ട് മനസ്സിലാവുന്നത്. ആ ബേത്ത് നമ്മളിവിടെ ചുരുക്കമാണെങ്കിലും അത് ചുരുക്കമല്ലാത്ത നാടാണ് മക്കത്തും മദീനത്തൊക്കെ. അവിടെയൊക്കെ എല്ലാ മുഅ്മിനീങ്ങളും വളരെ ആഹ്ലാദത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ വലിയ തൃപ്തിയിൽ വളരെയധികം അന്നദാനങ്ങൾ നല്ല ഭക്ഷണങ്ങളുണ്ടാക്കിക്കൊണ്ട് ഒരുപാട് ആളെ ക്ഷണിച്ചുകൊണ്ട് ഒരു വലിയ ആവേശത്തോടുകൂടെ നടത്തുന്ന ഒരു കാര്യമാണ് ബുർദ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളിലും നമ്മളെ നാടുകളിലും നമ്മളെ പള്ളികളിലും നമ്മളെ പുരകളിലും അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്, ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഉറപ്പുറപ്പിങ്ങളെ നമ്മൾക്ക് യാതൊരു രക്ഷയില്ല. റസൂലുള്ളാഹിനെ പിന്തുടരല്ലാതെ യാതൊരു രക്ഷയില്ല. ലം യകും ഫീ മആദി ആഖിദൻ ബിയദി ഫളം വഇല്ലാ ഫഖുൽ യാ ദല്ലത്തൽ ഖദമി. തങ്ങൾ നമ്മളെ പിടിച്ചിട്ടില്ലെങ്കിൽ, സഹായിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്ത ബേജാറാണ്. പക്ഷേ മഹാൻ പറയാണ്, ഹാശാഹു അൻ യഹ്രിമ റാജി മകാരിമഹു ഔ യർജിഅൽ ജാറു മിൻഹു ഗൈറ മുഹ്തറമി. തങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരാള് തേടിക്കൊണ്ട് ചെല്ലുകയാണെങ്കിൽ അവരെ മടക്കി അയക്കൽ റസൂലുള്ളാഹിന്റെ ഔദാര്യത്തിൽപ്പെട്ടതല്ല. തങ്ങൾ അങ്ങനെ ചെയ്യൂല. തങ്ങളുടെ ഔദാര്യം വലുതാണ്. അങ്ങനെ ആഗ്രഹിച്ചവന്റെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കും. തങ്ങളുമായിട്ട് അയൽവശം കെട്ടിയാൽ, തങ്ങളെ ചങ്ങായിയാക്കിയാൽ, അല്ലെങ്കിൽ തങ്ങളോടും ചെയ്തിക്കണേ ബന്ധപ്പെട്ടാൽ അവൻ ബലമില്ലാത്തതായ നിലക്ക് മടങ്ങുക എന്നുള്ളതും ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ അള്ളാഹു തആലാക്ക് തൃപ്തിപ്പെട്ട അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ഈ മാസത്തിൽ അത് ചെയ്യാൻ കാരണം എപ്പോഴും ചെയ്യണം. ഈ മാസത്തിൽ ചെയ്യാൻ കാരണം റസൂലുള്ളാഹിനെ പ്രസവിച്ച മാസമായതുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. വമൻ യഅ്ളിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതെല്ലാം അള്ളാഹുവിൻ്റെ ശിയാറിൽപ്പെട്ടതാണ്. അത് ഖൽബിലെ തഖ്വ വർദ്ധിക്കും, മുത്തഖിയാവും. നമ്മൾ നിഫാഖിത്തരം കൊണ്ട് ഒഴിവാവും. നിഫാഖിത്തരം ഒഴിവാകലാണ്, തഖ്വ ഉണ്ടാവലാണ് നമ്മൾക്കുള്ള ആവശ്യം. മുത്തഖിയാവലാണ്, തഖ്വ ഉണ്ടാവലാണ്. അതാണ് നമ്മളെല്ലാവരുടെയും ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ്.
ഹൃദയഹാരിയായ ഉപദേശങ്ങൾ, സാരസമ്പൂർണമായ വിജ്ഞാനമുത്തുകൾ, ആദർശ തീവ്രത മുറ്റുനിൽക്കുന്ന പ്രഖ്യാപനങ്ങൾ എല്ലാം തന്റെ പ്രഭാഷണത്തിൽ മേളിച്ചിരുന്നു. അപ്പോൾ നാം എന്ത് മനസ്സിലാക്കണം? പന്തലിച്ച് കാണുന്നതിന്റെ പിന്നിൽ നമ്മൾ പോകേണ്ടതില്ല. നമ്മളുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അത് നമ്മളാൽ കഴിയുന്ന പന്തലിപ്പ് ചെയ്യുക. അത് മറ്റവന്റെ പന്തലിപ്പ് അവൻ്റെതായിരിക്കുന്ന ഉഷാറ് അവിടേക്ക് എത്തിയില്ലാച്ചിട്ട് നമ്മളെന്ത് ചെയ്യണ്ട? നമ്മളതിലൊന്നും കരുതേണ്ടതില്ല. നമ്മളുടേത് കഴിവനുസരിച്ച് നന്നാക്കി ശക്തിപ്പെടുത്തി അത് ഉണ്ടാക്കുക എന്നല്ലാതെ കണ്ടിട്ട് മറ്റവൻ്റെ മാതിരി മറ്റവന് പലതും ചെയ്യും അതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയൂല. അത് കഴിഞ്ഞോളന്നില്ല. നമുക്ക് വലുത് ഹക്കാണ്. ഉള്ള ഇടയിൽ ഹക്കിനെ ഇവിടെ വിതരണം ചെയ്യണം, ഹക്കിനെ സ്ഥിരപ്പെടുത്തണം, ഹക്കിന്റെ അഹലുകാരെ സ്വീകരിക്കണം. ഇതല്ലാത്ത മറ്റൊന്നുമില്ല. അതുള്ള ഇടയിൽ പാർത്തായാലും പറമ്പിലായാലും പന്തലായാലും എന്തായാലും അങ്ങനെയാണ്. ആ ലക്ഷ്യത്തിലാണ് ഈ സാധുക്കളായ നമ്മൾ ഇതിനൊക്കെ ഒരുമിച്ച് കൂട്ടിയതും കൂടുന്നതും. ആലിമൂലിയർ എന്ന് പറഞ്ഞത് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതനായിരുന്നു. കെ പള്ളിക്കലായിരുന്നു ചെല്ലി കൊടുത്തിരുന്നത്. തിരുവങ്ങാടി കെ പള്ളിക്കൽ നല്ല ആലിമായിരുന്നു. കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ വർഷം തോറും പുണ്യ റബീഇന്റെ പ്രഥമ തിങ്കളിൽ നടക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശ പ്രദർശന ചടങ്ങുകളിലും സജീവ സാന്നിധ്യമായിരുന്നു ശൈഖുനായുടേത്. പ്രവാചക പ്രേമത്തിന്റെ അനന്യ രാഗവീജികൾ അലയടിക്കുന്ന നിർമ്മല ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ശൈഖുന കുണ്ടൂർ.
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഏകദൈവ സിദ്ധാന്തത്തിലൂടെ ത്വരീഖത്തിന്റെ അദൃശ്യ പ്രപഞ്ചത്തിലേക്ക് പ്രയാണം ആരംഭിച്ച ഉസ്താദ് ചെന്നെത്തിയത് പ്രവാചക സ്നേഹത്തിന്റെ ശാദ്വല തീരമായ ഖസീദത്തുൽ ബുർദയുടെ ഈരടികളിലായിരുന്നു. വിശ്രുത പ്രവാചക പ്രേമിയും മാലിക്കി മദ്ഹബിന്റെ സമകാലിക ആചാര്യനുമായിരുന്ന സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കിയായിരുന്നു ഖസീദത്തുൽ ബുർദ മഹാനവറുകൾക്ക് പകർന്നു നൽകിയത്. സൃഷ്ടാവിലേക്കുള്ള യാത്രയിലെവിടെയോ പ്രവാചകനിൽ അനുരാഗബദ്ധനായ കുണ്ടൂർ ഉസ്താദിന്റെ ഹൃദയം സ്നേഹത്താലും പ്രേമത്താലും നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. പിന്നീട് ആ സ്നേഹം കവിതയായും ഗാനങ്ങളായും ഉസ്താദിന്റെ അധരങ്ങളിൽ നിന്നും ഒഴുകുന്നതാണ് നാം കണ്ടത്. പൈതലുകൾക്ക് പിതാവായി, അണികൾക്ക് നേതാവായി, നേതാക്കൾക്ക് മാർഗദർശിയായി, തൊഴിലാളികൾക്കൊപ്പം തൊഴിലാളിയായി മാറിയ മാതൃകാ ജീവിതമായിരുന്നു ഉസ്താദിന്റേത്. തങ്ങളുടെ കലുഷിതമായ പ്രശ്നങ്ങളുമായി ഉസ്താദിനെ സമീപിക്കുന്നവർ പരശ്ശതമാണ്. മക്കളില്ലാത്തവർ, കടബാധിതർ, ദുരിതക്കയത്തിൽ മുങ്ങിയവർ, നിയമക്കുരുക്കിലകപ്പെട്ടവർ, അങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. അവർക്കെല്ലാം ആശ്വാസത്തിന്റെ തെളിനീര് നൽകുകയായിരുന്നു ഉസ്താദ് അവറുകൾ. മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാന തേജപുഞ്ചം ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അവറുകളെ ആദരിക്കലോടുകൂടി യഥാർത്ഥത്തിൽ കുണ്ടൂർ ഉസ്താദ് ഔന്നത്യ സോപാനത്തിലേക്ക് നടന്നെടുക്കുകയായിരുന്നു. കുണ്ടൂർ ഉസ്താദ് സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് കേരള ചരിത്രത്തിലെ അസുലഭ ജനസംഗമങ്ങളിൽ ഒന്നായതും ഉസ്താദിന്റെ ജനസമ്മതിയുടെ മകുടോദാഹരണമാണ്. ربه يقسمها
تأتي على حسب السياق في القسم مولاي صل وسلم إيمان أبدا على حبيبك خير خلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദിനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ മാലയിടുകയാണ്. يا ولي سلام عليكم أستاذنا شيخ عبد القادر كندور أستاذنا شيخ عبد القادر كندور أستاذنا يا ولي سلام عليكم أستاذنا شيخ عبد القادر كندور أستاذنا شيخ عبد القادر كندور أستاذنا أنت عاشق الرسول المصطفى أنت مديح الحبيب المجتبى أنت عاشق الرسول المصطفى أنت مديح الحبيب المجتبى قد أطعت الله حقا والرسول نلت عفوا ورضاه سيدي نلت عفوا ورضاه سيدي يا ولي سلام عليكم أستاذنا شيخ عبد القادر كندور أستاذنا شيخ عبد القادر كندور أستاذنا في الصلاة كنت باكيا على صل يا ربنا سلمنا على طه ياسين മുത്തുമാണിക്കമാണ് വഹമീം ربي آتي المنى آتي سيدنا ومقاما من لدنك له وتماما صل يا ربنا سلمنا على طه ياسين മുത്തുമാണിക്കമാണ് വഹമീം ربي فارزقنا حب سيدنا شفيعا فينا بجماعة نرجو رؤيته ها هنا بهنا وهناك صل سلم عليه فداك صل سلم على آل صحب على هدانا آتي أنفسنا تقوانا صل يا ربنا سلمنا على طه ياسين مت മാണിക്കമാണ് വഹമീം
പാരിടം പിരിഞ്ഞവരെ, മൗത്തായി മറഞ്ഞവരെ, അവരാരൻ സോദരരെ, അത് കൊണ്ടൂരുസ്താദേ. ഈ പാരിടം പിരിഞ്ഞവരെ, മൗത്തായി മറഞ്ഞവരെ, അവരാരൻ സോദരരെ, അത് കൊണ്ടൂരുസ്താദേ. ഈ ലോകം പടച്ചിടുവാനെ സബബായൊരു തിരുനബിയേ, ഈ ലോകം പടച്ചിടുവാനെ സബബായൊരു തിരുനബിയേ. ഈരടികൾ പാടിതവാഴ്ത്തും ആ ജീവിതമഖിലവുമേ, ഈരടികൾ പാടിതവാഴ്ത്തും ആ ജീവിതമഖിലവുമേ. ഈ പാരിടം പിരിഞ്ഞവരെ, മൗത്തായി മറഞ്ഞവരെ, അവരാരൻ സോദരരെ, അത് കൊണ്ടൂരുസ്താദേ. ഈ ദുനിയാവിൻ ദുരമൂത്ത് ചിലരോടി നടന്നിടുമ്പോൾ, ഈ ദുനിയാവിൻ ദുരമൂത്ത് ചിലരോടി നടന്നിടുമ്പോൾ, ആ വഴിയിൽ നിന്നിതമാറി ഒരു അത്ഭുത ജീവിതമേ, ആ വഴിയിൽ നിന്നിതമാറി ഒരു അത്ഭുത ജീവിതമേ. ഈ പാരിടം പിരിഞ്ഞവരെ, മൗത്തായി മറഞ്ഞവരെ, അവരാരൻ സോദരരെ, അത് കൊണ്ടൂരുസ്താദേ. ഖാത്തിം നബി ചൊന്നൊരു ദീനെ അഴകാലെ വിതച്ചവരെ, ഖാത്തിം നബി ചൊന്നൊരു ദീനെ അഴകാലെ വിതച്ചവരെ, ആ വഴിയിൽ പണ്ഡിതരായി അതിനോടി നടന്നവരെ, ആ വഴിയിൽ പണ്ഡിതരായി അതിനോടി നടന്നവരെ. ഈ പാരിടം പിരിഞ്ഞവരെ, മൗത്തായി മറഞ്ഞവരെ, അവരാരൻ സോദരരെ, അത് കൊണ്ടൂരുസ്താദേ. ഈ മഹബൂബിന്റെ വിയോഗം ഇന്നാരി സഹിച്ചിടുന്നു, ഈ മഹബൂബിന്റെ വിയോഗം ഇന്നാരി സഹിച്ചിടുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊനോദിടുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊനോദിടുന്നു. ഈ പാരിടം പിരിഞ്ഞവരെ, മൗത്തായി മറഞ്ഞവരെ, അവരാരൻ സോദരരെ, അത് കൊണ്ടൂരുസ്താദേ. ഈ പാരിടം പിരിഞ്ഞവരെ, മൗത്തായി മറഞ്ഞവരെ, അവരാരൻ സോദരരെ, അത് കൊണ്ടൂരുസ്താദേ. ഒരു പുരുഷായുസ് മുഴുവൻ ദീനിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാപുരുഷന്റെ ധന്യമാർന്ന ചരിത്രത്തിലൂടെയുള്ള ഓട്ടപ്രദർശനം മാത്രമാണിത്. കർമ്മകുശലതയുടെ സംശുദ്ധ ജീവിതം സമ്പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിലും അവിടുന്ന് തെളിയിച്ച മാർഗദർശനത്തിന്റെ ജ്വാലകൾ അണയുന്നില്ല. നാഥ, മഹാനവറുകളോടൊപ്പം ഞങ്ങളെയും സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ആമീൻ. അത്ഭുതം കണ്ടു ഞങ്ങൾ സന്തോഷത്തോടെ, അൽ അമീനായ മുത്ത് ആവേശത്തോടെ, ആവേശത്തോടെ. അല്ലാഹു ജല്ല അസ്സ നഹ്മദു ദൗമാ അലൽ ഹിദായത്തി വ ഔലാനാ ഇൽമാ, ഔലാ
أعطانا علما كم مما عريبا قد أوفى